വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മിന്ത്രയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു നെക്ലേസ് ആണ്. നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലേസ് ആണിത്. അപ്പം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ബീഡഡ് നെക്ലേസ് ആണിത്. മെയിൻലി നമ്മൾ ജസ്റ്റ് ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലേസ് ആണിത്. അങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള വെയറിൻ്റെ കൂടെയൊന്നും നമുക്ക് വെയർ ചെയ്യുന്ന അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല. മെയിൻലി ഇതിനകത്ത് ബീഡ്സിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ്. വൈറ്റും അതുപോലെ പിങ്കിൻ്റെയൊക്കെ വളരെ ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മെറ്റാലിക്കിൻ്റെയും ലോക്കറ്റ് പോലത്തെ ഡിസൈനും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചെയിൻ നോക്കുവാണെങ്കിലും ഭയങ്കര വലിയ വലിയ ചെയിൻസാണ് വരുന്നത്. അപ്പം എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആവണമെന്നില്ല. പിന്നെ എന്നാലും ഇതിൻ്റെ ലെങ്ത് ആണെങ്കിലും കുറച്ച് നീണ്ടു കിടക്കുന്ന ടൈപ്പാണ്. അപ്പം മെയിൻലി എനിക്കൊന്നും വൈഡ് നെക്കായ ഡ്രസ്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫുൾ ടേർട്ടിൽ നെക്കൊക്കെ വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും ഇത് മാച്ച് ആവുക. പിന്നെ ഇതിൻ്റെ ഹുക്കാണെങ്കിലും അല്ല ഹുക്കല്ല ക്ലോഷർ എന്ന് വെച്ച് കഴിഞ്ഞാലും ലോബ്സ്റ്റർ ക്ലോസിംഗ് ആണ് ഇതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വണ് നോക്കുവാണെങ്കിൽ ഫുൾ പേള് പോലെ ഇരിക്കുന്ന വൈറ്റ് ബീഡ്സ് ആണ് വരുന്നത്. ആൻഡ് അതിൻ്റെ രണ്ടറ്റത്തും മെറ്റാലിക് എക്സ്റ്റൻഷൻസ് ആണ് വരുന്നത്. അപ്പം ഫുൾ നോക്കുവാണെങ്കിൽ ഒരു മെയിൻലി ടേർട്ടിൽ നെക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നെക്ലേസ് ആണിത്. പിന്നെ പറയുകയാണെങ്കിൽ ഇത് വാട്ടർ പ്രൂഫ് അല്ല, പക്ഷെ എന്നാലും അതിനകത്ത് മെറ്റാലിക് കോട്ടിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യാനൊന്നും പാടില്ല. നമ്മൾ ക്ലീൻ ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് വൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജ്വല്ലറി സൊല്യൂഷൻ കൊണ്ട് ജസ്റ്റ് ക്ലീൻ ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്, അങ്ങനെ ഉറഞ്ഞിട്ടൊന്നും പാടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന എല്ലാ നെക്ലേസിൻ്റെയും ഒരു ചെയിൻ മോഡൽ ഡിസൈനാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ക്ലോഷർ ആണെങ്കിലും ഒരു ലോബ്സ്റ്റർ ടൈപ്പ് ക്ലോഷർ ആണ് വരുന്നത്. അങ്ങനെ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല, നമ്മുടെ സ്കിന്നിന് അങ്ങനെ ഒരു പ്രോബ്ലംസോ ഇറിറ്റേഷൻസോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മുത്താണേലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പ് മുത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെയിൻസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് നല്ല വലിയ വലിയ ചെയിൻസും ആണ് വരുന്നത്. മെയിൻലി എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള നെക്ലേസസ് ഒക്കെ 1, 2, 3 എണ്ണം ഒരുമിച്ചിടുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു സ്റ്റൈലിങ് വരിക. സിംഗിളായിട്ട് ഇടുന്നതിലും കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കുറേ എണ്ണം ഒരുമിച്ചിടുമ്പോഴായിരിക്കും, പല ലെയറായിട്ട് ഇടുമ്പോഴായിരിക്കും ആ സ്റ്റൈലിംഗ് ഒന്ന് കുറച്ചുകൂടെ മാച്ച് ആവുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മാല തന്നെയാണെങ്കിലും പല സൈഡിലും പല ഡിസൈനാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ വലിയതാണെങ്കിൽ പിന്നെ നടുക്ക് ഫുൾ പേള് പോലെ ബീഡ്സ് വരുന്നുണ്ട്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.